ചിത്തിര തിരുനാളും സുന്ദരിച്ചല്ല മരിക്കോളം രാജാവിനെ സ്വപ്നം കണ്ട് അവരുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ചിത്തിര തിരുനാൾ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോകുമ്പോൾ ഈ ചിത്തിര തിരുനാളിൻ്റെ ഒരു മുഖദർശനം കിട്ടണം. അവർ സുന്ദരിയായിരുന്നു, പക്ഷെ ഞാൻ കാണുമ്പോൾ അവർ ഭ്രാന്തിയായിരുന്നു. CP അമ്മ മഹാറാണിയുടെ ആവശ്യപ്രകാരം CP രാമസ്വാമി അയ്യരാണ് അതിനെ തകർത്ത് കളയുന്നത്. അപ്പോഴേക്കും ചിത്തിര തിരുനാൾ മരിച്ചു കഴിഞ്ഞു. പക്ഷെ മരിച്ചു കഴിഞ്ഞെങ്കിലും അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ചിത്തിര തിരുനാളിൻ്റെ ആത്മാവ് ഈ കോട്ടയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടെന്നാണ്. മരിച്ചതൊക്കെ അവർക്കറിയാം. മരിച്ച സമയത്ത് അവരിപ്പോൾ കവടിയാറിൽ വന്നു. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രപരമായ കഥകൾ പറയുമ്പോൾ പ്രണയാർദ്രമായി തോന്നിയിട്ടുള്ളതും എന്നാൽ സങ്കടകരമായി തോന്നിയിട്ടുള്ള ഒരു കഥയാണ് ചിത്തിര തിരുനാളും സുന്ദരിച്ചെല്ലമ്മയും. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൻ്റെ ഏടുകളിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഏകപക്ഷീയമായ ഒരു പ്രണയമായിരുന്നു. അതായത് സുന്ദരി ചെല്ലമ്മയ്ക്ക് അന്നത്തെ രാജാവിനോട് തോന്നിയ ഒരു ഗാഢമായ പ്രണയം. രാജാവിന് അതിനകത്ത് പങ്കൊന്നുമില്ല. അന്ന് ചിത്തിര തിരുനാൾ വളരെ സുമുഖനായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹം തേജസ്വിയായിരുന്ന ചെറുപ്പക്കാരൻ. ഒരുപാട് പേര് അദ്ദേഹത്തെ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രണയ കഥകൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും പറയാറില്ല. കാരണം അതിനകത്ത് ഒരാൾ പ്രണയിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ചോദിച്ചതുകൊണ്ട് പറയാം. ബിക്കാനീറിൽ ഒരിക്കൽ അദ്ദേഹം 1946 ഞാനത് ഇതുവരെ പറയാത്തൊരു കാര്യം, 1946 ബിക്കാനീറിൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയും അമ്മയും സന്ദർശിക്കാനായിട്ട് പോയി. രാജസ്ഥാനിലാണ് ബിക്കാനീർ എന്ന് പറയുന്നത്. അന്ന് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മലയാളിയായ സർദാർ KM പണിക്കരാണ്. അപ്പോൾ സർദാർ KM പണിക്കർ അവിടെ വന്നു. അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞു. അവിടുത്തെ ഒരു രാജകുമാരിക്ക് ചിത്തിര തിരുനാളിനെ കണ്ട മാത്രയിൽ പ്രണയം ആയി. അപ്പം അദ്ദേഹം അവിടുത്തെ രാജാവിനോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, അതിനെന്താ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബിക്കാനീർ എന്ന് പറയുന്ന രാജ്യവുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂവിസ്തൃതിയിൽ തിരുവിതാംകൂർ വലുതല്ല, എങ്കിലും ആലോചിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ അതിനെ നുള്ളിക്കളയുകയാണ് ചെയ്തത് അമ്മ മഹാറാണി സേതു പാർവതിബായി തമ്പുരാട്ടി. അപ്പം തന്നെ ആ ഒഫീഷ്യൽ വിസിറ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. ഒഫീഷ്യൽ വിസിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവർ ഡൽഹിയിലേക്ക് മടങ്ങി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ചിത്തിര തിരുനാളിനെ ഒരുപാട് ആളുകൾ പ്രണയിച്ചു. പക്ഷേ അതൊക്കെ വൺ വേ ട്രാഫിക് ആയിരുന്നു. എങ്കിൽ ഈ സുന്ദരിച്ചെല്ലമ്മയുടെ കഥ മരിക്കുവോളം രാജാവിനെ സ്വപ്നം കണ്ട് അതെ പറയാം. അതിന് പറഞ്ഞിട്ട് ഞാൻ സുന്ദരി ചെല്ലമ്മയിലേക്ക് വരാം. കാരണം സുന്ദരി ചെല്ലമ്മയെ പറ്റിയുള്ള പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോസിലൊക്കെ തന്നെ ആ പ്രണയത്തെ ഒരു മെലോഡ്രാമയായിട്ട് ചിത്രീകരിക്കാനും ഒക്കെ ആയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനതിനൊരു താത്വികമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതാണ്, ചിത്തിര തിരുനാൾ വളരെ സുമുഖനായിരുന്നു. അന്നത്തെ കാലത്തെ ഒരു എല്ലാ പെൺകുട്ടിമാരും സ്വപ്നം കാണുന്ന സൗന്ദര്യമുള്ള ഒരു യുവാവായിരുന്ന കാലം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ വളരെ ജിജ്ഞാസയോടെ പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്തിര തിരുനാളിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഫോട്ടോസ് എന്ന് പറയുന്നത് 25ാമത്തെ വയസ്സിൽ എടുത്ത ഫോട്ടോസാണ്. ഡിക്രൂസ് എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറാണ് ആ സമയത്ത് എടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ 25 വയസ്സായുള്ള കാലത്താണ് അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച് കഴിഞ്ഞത്. താൻ ഈ രാജ്യത്തിനു വേണ്ടി മൗലികമായ പരിവർത്തനം വരുത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തിയെന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവം മുഴുവൻ. 1936 അത് കഴിഞ്ഞിട്ടൊരു 10 വർഷക്കാലം 46 വരെ ആ 10 വർഷവും അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിക്കും. തീരുമാനങ്ങൾ പലപ്പോഴും എടുത്തിരുന്നത് CP രാമസ്വാമി അയ്യരാണ്. പക്ഷേ അദ്ദേഹമായിട്ട് ആലോചിച്ചിരിക്കും.
ആലോചിക്കാതെ എടുക്കണമെന്നില്ല. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സി പി രാമസ്വാമി അയ്യരാണ്. ആ സകാലത്ത് അദ്ദേഹത്തെ വരനായി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ആളുകളുടെ ചരിത്രത്തിൽ ഒരുപാട് ആളുകളുടെ കാര്യം അറിയാം. ഇപ്പോൾ സരോജ സുന്ദർരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി സി പി രാമസ്വാമി അയ്യരെ പറ്റി ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ജീവചരിത്രത്തിനകത്ത് കോട്ടയത്തുകാരനായ ഒരു ഗോവിന്ദ കൈമൾ അദ്ദേഹത്തിൻ്റെ സുന്ദരിമാരായ 2 പെൺകുട്ടികളെ ചിത്ര തിരുനാളിന് വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അമ്മ മഹാറാണിയുടെ ആവശ്യപ്രകാരം സി പി രാമസ്വാമി അയ്യരാണ് അതിനെ തകർത്ത് കളയുന്നത്. മാത്രമല്ല, ഈ ഗോവിന്ദ കൈമളുടെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ നേടാനായിട്ട് ആണ് ശ്രമം. അതായത് ഈ പെൺകുട്ടികൾ ക്രിസ്തു മതത്തിലേക്ക് ചേരും. ഗോവിന്ദ കൈമളുടെ കുട്ടികൾ ക്രിസ്തു മതം സ്വീകരിക്കും. രാജാവിനെ തിരിച്ച് ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു ദൗത്യം കൂടി കൊടുത്തിട്ടുണ്ട്. വേൾഡ് YWCAയുടെ സെക്രട്ടറി ഈ മിഷനുമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയാണ്. എന്നിട്ട് അവരാണ് ഈ ഗോവിന്ദ കൈമളുടെ മക്കളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് സൈമൺ സുന്ദർരാജ് എഴുതിയിട്ടുണ്ട്. സരോജ സുന്ദർരാജ് എഴുതിയിട്ടുണ്ട്. ക്ഷമിക്കണം, സരോജ സുന്ദർരാജിൻ്റെ ജീവചരിത്രത്തിലാണ് ഈ കാര്യം പറയുന്നത്. നടന്നില്ല. വേറെയും ഇതുപോലെയുള്ള പല ശ്രമങ്ങളുമുണ്ട്. അതുപോലെ മേരി പുന്നൻ ലൂക്കോസ്, അദ്ദേഹം സർജൻ ജനറലായിരുന്നു തിരുവിതാംകൂർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഹുമതി ബിരുദം കിട്ടിയിട്ടുണ്ട്. ഈ മേരി പുന്നൻ ലൂക്കോസിൻ്റെ മകള് ഗ്രേസ് പുന്നൻ ലൂക്കോസും ചിത്ര തിരുനാളിനെ പ്രണയിച്ച ഒരാളാണ്. അവർ ടെന്നീസ് കളിക്കുമായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ആ വിഷയം അത് വൺ വേ ട്രാഫിക് അല്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം സുന്ദരി ചെല്ലമ്മയെ പറ്റിയുള്ള ഈ കഥ കാണേണ്ടത്. വാസ്തവത്തിൽ ഗൗരവമുള്ള കഥകളെപ്പറ്റി ആളുകൾ ചർച്ച ചെയ്യാതിരിക്കുകയും ഈ ഒരു കഥയെ ആളുകൾ ആവശ്യത്തിൽ കവിഞ്ഞ പ്രാധാന്യം കൊടുത്ത് അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്തതെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. സുന്ദരി ചെല്ലമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരാളാണ് ഞാൻ കാണുമ്പോൾ സുന്ദരി ചെല്ലമ്മ. അവർ സുന്ദരിയായിരുന്നു, പക്ഷെ ഞാൻ കാണുമ്പോൾ അവർ ഭ്രാന്തിയായിരുന്നു. ഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമുള്ള ഭ്രാന്തി. വളരെ ഭംഗിയായിട്ടാണ് വേഷം ധരിക്കുക. വില കുറഞ്ഞതാണെങ്കിലും വീതിയുള്ള കസവ് കരയുള്ള മുണ്ട്, കസവ് കരയുള്ള നേരിയത്, അതുപോലെ സിൽക്കിലുള്ള ബ്ലൗസ്. ഇതാണ് അവരുടെ വേഷം. വീട് വിട്ടിറങ്ങി അവരുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ചിത്ര തിരുനാൾ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോകുമ്പോൾ ഈ ചിത്ര തിരുനാളിൻ്റെ ഒരു മുഖദർശനം കിട്ടണം. അതിനുവേണ്ടി റോഡ് വക്കിൽ കാത്തു നിൽക്കും. ചിത്ര തിരുനാളിൻ്റെ കാറ് കടന്നു പോകുമ്പോൾ കൈകൾ ഉയർത്തി അവർ തൊഴും. ആ തൊഴുത് കഴിഞ്ഞിട്ട് അവരുടെ മുഖത്തൊരു സന്തോഷമാണ്, സംതൃപ്തിയാണ്. ദർശനഭാഗ്യം സിദ്ധിച്ചതിൻ്റെ, നമുക്ക് ദേവനെയൊക്കെ കാണുമ്പോൾ ഉള്ള പോലത്തെ ഒരു സന്തോഷം, ഈശ്വരനെ കാണുമ്പോൾ നമ്മുടെ ഇഷ്ടദൈവത്തെ കാണുമ്പോൾ ഉള്ളതുപോലത്തെ ഒരു മനോഭാവം ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ കിഴക്കേ കോട്ടയ്ക്കകത്താണ്. അവിടെയാണ് ഇങ്ങനെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ ചുറ്റിത്തിരിയും. അപൂർവമായിട്ട് കവടിയാറിൽ വരും. ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയാണ് കവടിയാറിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇവരെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവർ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവർ വഞ്ചിയൂരിലെ ചിത്ര തിരുനാൾ വായനശാലയിലെ അവിടെ എല്ലാ വർഷവും നാടകങ്ങൾ അവതരിപ്പിക്കും. മഹാരാജാവിൻ്റെ ജന്മദിനത്തിനോട് അനുബന്ധിച്ച് ഒരു നാടകത്തിന് 2 അവതരണങ്ങളുണ്ടാവും. ഒന്ന് കൊട്ടാരത്തിൽ പോയിട്ട് അവതരിപ്പിക്കും, പിറ്റേ ദിവസം അത് VJT ഹാളിൽ അവതരിപ്പിക്കും. ഇവരെയും
വായനശാലയുടെ ഉടമസ്ഥനായ അല്ലെങ്കിൽ വായനശാലയുടെ ജീവാത്മാവും പരമാത്മാവുമായ വായനശാല കേശവപിള്ളയാണ് ഇവരെയും നാടകവേദിയിലേക്ക് കൊണ്ടുവന്നത്. ചിത്രതിരുനാൾ ഗ്രന്ഥശാല അല്ലെങ്കിൽ വായനശാല ഇതിനൊരു പ്രത്യേകതയുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സ്ത്രീകൾ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഒരു വിമൻസ് ലിബറേഷൻ അതിനകത്ത് അദ്ദേഹം വിഭാവനം ചെയ്യുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ അഭിജാത ഭവനങ്ങളിലുള്ള സ്ത്രീകൾ തന്നെയാണ് ഈ നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിരുന്നത്. അതിനകത്ത് അവർക്ക് വേണ്ടി നാടകങ്ങൾ എഴുതാനായിട്ട് മഹാന്മാരായ ആളുകളുണ്ടായിരുന്നു. CV രാമപിള്ള ഉണ്ടായിരുന്നു, EV കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, അതുപോലെ MG കേശവപിള്ള എഴുതുമായിരുന്നു. NB ചെല്ലപ്പൻ നായർ നാടകങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കാലത്തെ പ്രഗത്ഭരായ ആളുകളാണ് നാടകം അഭിനയിക്കുന്നത്. VK വിക്രമൻ നായർ അഭിനയിക്കുമായിരുന്നു, TR സുകുമാരൻ നായർ അഭിനയിക്കുമായിരുന്നു. എൻ്റെ പിതാവും ആ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്, S ഗുപ്തൻ നായർ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ചെല്ലമ്മ അവർക്ക് ഒരുതരം അന്ധമായ രാജഭക്തി. അപ്പോൾ ചിത്രതിരുനാൾ മഹാരാജ അന്ന് രാജാവാണ്. അദ്ദേഹം അന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ നാടകം കണ്ടു കഴിയുമ്പോൾ എല്ലാവരോടും ഒരു അഭിമുഖം കൊടുക്കും. എല്ലാവർക്കും ഒരു ചെറിയ കാപ്പി സൽക്കാരം, എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു കാപ്പി സൽക്കാരം കൊടുക്കും. ചിലപ്പോൾ അതിനകത്തൊരു നേരിയത് കൊടുക്കും. എന്തായാലും ഈ ചെല്ലമ്മ എന്ന മ്യൂസിക് ടീച്ചറിൻ്റെ ഭക്തി പാരവശ്യം കണ്ടപ്പോൾ ആർക്കോ ഒരു കൗതുകം തോന്നി, ഇവരെ ഒന്ന് ഇളക്കണം എന്ന്. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു, ചെല്ലമ്മേ, തമ്പുരാനെ പോയപ്പം ഇതാരാണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതിങ്ങനെ ചെല്ലമ്മ ഇന്ന നാട്ടുമ്പുറത്തുകാരിയാണ്, തിരുവനന്തപുരത്തിൻ്റെ സബർബിൽ എവിടെയാണ് അവരുടെ വീട്, അവിടെയുള്ള ആളാണ്, കോട്ടഞ്ചി സ്കൂളിലെ ടീച്ചറാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർ ആകപ്പാടെ ത്രിൽഡായി. അപ്പോൾ ത്രിൽഡായി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു, ഇനി വല്ല പടവകുടയ്ക്കോ മറ്റോ ആണോ? തിരുവനന്തപുരത്തെ ഭാഷയിൽ പടവകുട എന്നാണ് പുടവകുട. രാജാവ് താലി കെട്ടുകയില്ല, രാജാവ് അങ്ങനെ ഒരു നിയമം തന്നെയുണ്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ആണോ എന്ന് നിർദോഷമായി ചോദിച്ചു. പക്ഷേ ഇവരതിൽ വീണുപോയി എന്ന് മാത്രമല്ല, ഇവർ പിന്നെ ഈ രാജാവിൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു ക്ഷണം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് വരുന്നത് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ പിന്നെ എന്ന് വെച്ചിട്ട് അവരെ രാജാവിന് ഒരു പങ്കുമില്ല, രാജാവ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, രാജാവിന് ഇതിനകത്ത് ഒരു പങ്കുമില്ല. പക്ഷേ അങ്ങനെ അവർ ധരിച്ചു വശായി. അത് കഴിഞ്ഞ് അവരുടെ വീട്ടുകാർ ഇതറിഞ്ഞു. അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് വിവാഹം കഴിപ്പിച്ചു. അതിൽ ഒരു മകളും ഉണ്ട്. ആ മകളും ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഈ ഭർത്താവിനെ ഒന്നും വകവയ്ക്കുകയില്ല. അവരുടെ വിചാരം ഒരു ദിവസം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു ക്ഷണം വരും, അവർക്ക് പുടവ കൊടുക്കാനായിട്ടുള്ള ഒരു ക്ഷണം വരും, അത് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഭ്രാന്തായി. ആ ഭ്രാന്തായതോടുകൂടി സ്കൂളിൽ അതൊരു വലിയ പ്രശ്നമായി. കോട്ടൺ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നില്ല. ആലോചിച്ച് നോക്കണം, മകളെ കാണാൻ പോകുന്നില്ല, ആ മകളെ നോക്കുന്നില്ല. അവരിങ്ങനെ കോട്ടയ്ക്കകത്ത് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി, രാജഭരണം അവസാനിച്ചു, രാജപ്രമുഖനായിരുന്നു, രാജപ്രമുഖനും അല്ലാതായി. പക്ഷേ ഇതൊന്നും അവരുടെ ഏകപക്ഷീയമായ പ്രണയത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. ഇതാണ് കഥ. ഒരു കാര്യം കൂടി പറയട്ടെ, അവർക്ക് ദാരിദ്ര്യം, അവർ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഞങ്ങൾക്കൊക്കെ വലിയ കൗതുകം തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് അറിയുന്നത് സ്കൂളിലെ ജോലി പിരിച്ചുവിടപ്പെട്ടു, നഷ്ടപ്പെട്ടു. പക്ഷേ അവർക്കൊരു അഗതി പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ നിന്നല്ല, കേരള സർക്കാർ. ഈ കേരള സർക്കാർ കൊടുത്ത അഗതി പെൻഷൻ എന്ന് പറയുന്നത് ചിത്രതിരുനാളിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചത്. അന്നും ചിത്രതിരുനാൾ രാജാവ് അല്ലെങ്കിലും അദ്ദേഹത്തിന് കേരള സർക്കാരിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. അപ്പോൾ തഹസിൽദാരന്മാർ സർട്ടിഫൈ ചെയ്തു, പണമില്ല, വീട്ടിൽ നിന്ന് വിട്ടു. അങ്ങനെ രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി രാജാവിന് വേണ്ടി
ഇടപെട്ടിട്ട് ആണ് അവർക്ക് പെൻഷൻ കിട്ടിയത്. ആ പെൻഷൻ വാങ്ങിക്കുന്നത് ചിത്തിര തിരുനാൾ ലൈബ്രറിയിലെ ലൈബ്രറിയനാണ് കെയർ ഓഫ് അഡ്രസ്. ഓക്കെ. അവരെ പിന്നീട് അവരുടെ ഈ കഥകളൊക്കെ ഇടയ്ക്ക് പത്രത്തിൽ വന്നു. നരേന്ദ്രപ്രസാദ് എന്ന നിരൂപകൻ, നാടകകൃത്ത് അവരെ പറ്റി റാണി അമ്മച്ചി എന്ന് പറഞ്ഞൊരു കഥ എഴുതി. ആ കഥ നാടകമായി. നാടകത്തിന് വലിയ അരങ്ങ് ഭാഗ്യമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ സൗവർണിയ എന്ന് പറയുന്ന നാടകത്തിനാണ് വിജയിച്ചത്. ഒന്നിലേറെ സ്ഥലങ്ങളിൽ അത് അഭിനയിച്ചു. ഇതിനങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. നാടകം അത്ര നല്ല നാടകവുമല്ല. അവരെ റേപ്പ് ചെയ്യാനായിട്ട് ഒരു പോലീസുകാരൻ മറ്റേ അവർ വരുന്നു. അങ്ങനെയൊക്കെയാണ് ആ നാടകത്തിലെ വിഷയം. ഒരു തെരുവ് ഭ്രാന്തിയുടെ കഥ. അതല്ലാതെ ആ പ്രണയത്തിൻ്റെ ഒരു ഭൂതകാല പശ്ചാത്തലം നരേന്ദ്രപ്രസാദിന് അജ്ഞാതമായിരുന്നു. അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദ് അവരെ ഒരു നിമിത്തം ആക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ അവരുടെ കഥ നാടകത്തിൽ കൂടി കൊണ്ടുവരികയായിരുന്നില്ല നരേന്ദ്രപ്രസാദിൻ്റെ ലക്ഷ്യം. നരേന്ദ്രപ്രസാദ് അതിനുവേണ്ടി വലിയ ഹോംവർക്കും ചെയ്തില്ല. അവിടെ നിൽക്കട്ടെ. ഏതായാലും അവരുടെ ഒരു കുറച്ച് കഴിഞ്ഞ് അവർക്ക് തീരെ അസുഖമൊക്കെ ആയി. ദേഹത്തൊക്കെ നീര് വന്നു, വ്രണങ്ങൾ വന്നു. ആ സമയത്തും തെരുവിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഒരു ഭാണ്ഡവുമായിട്ടിങ്ങനെ കിടക്കും. കാരണം സാധാരണ തെരുവ് ഭ്രാന്തിമാരെക്കാളും കാണാൻ ലക്ഷണ സൗഭാഗ്യവും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. പക്ഷേ molest ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ആട്ടുകൊടുക്കാനുള്ള മനോബലം എവിടെയോ ഉണ്ട്. അങ്ങനെ ഇരിക്കെ അവരെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് നമ്മുടെ സുഗതകുമാരി ടീച്ചറിന് ഒരാഗ്രഹം തോന്നി. അഭയയുടെ അത്താണി എന്ന് പറയുന്ന വഞ്ചിയൂരുള്ള കേന്ദ്രത്തിൽ അവർക്കൊരു അഭയം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ടീച്ചറിൻ്റെ വോളണ്ടിയേഴ്സ് അവരെ സമ്മതിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. പക്ഷേ അവർ ഏതാനും ആഴ്ചകൾ ശ്വാസം മുട്ടി അവിടെ കഴിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു. കാരണം കോട്ടയ്ക്കകം വിട്ടിട്ട് അവർക്കൊരു ലോകമില്ല. അപ്പോഴേക്കും ചിത്തിര തിരുനാൾ മരിച്ചു കഴിഞ്ഞു. പക്ഷെ മരിച്ചു കഴിഞ്ഞെങ്കിലും അവരുറച്ച് വിശ്വസിക്കുന്നത് ചിത്തിര തിരുനാളിൻ്റെ ആത്മാവ് ഈ കോട്ടയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടെന്നാണ്. മരിച്ചതൊക്കെ അവർക്കറിയാം. മരിച്ച സമയത്ത് അവരിപ്പോൾ കവടിയാറിൽ വന്നു. കവടിയാറിൽ വന്നിട്ട് അവരെ അപ്പോൾ പാറാവുകാർ കടത്തി വിട്ടില്ല. ഗേറ്റിൽ അവരെ തടഞ്ഞു നിർത്തി. അവസാനം ചർച്ചകളായി. അവസാനം പറഞ്ഞു ഒന്ന് പോയി നമസ്കരിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അവർ നമസ്കരിച്ചിട്ട് അവിടുന്ന് എഴുന്നേൽക്കുന്നില്ല. പക്ഷെ അവരെ ബലം പ്രയോഗിച്ച് അവരെ എടുത്തു മാറ്റി. ഞാൻ ആ രംഗം നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ അതൊക്കെ കണ്ടവരിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ കാണുന്നത് ചിത്തിര തിരുനാളിൻ്റെ ഒരു ദയാവായ്പാണ്. കാരണം ഇതുപോലൊരു സംഭവം ജയ്പൂരിലാണെങ്കിലോ അല്ല ബറോഡയിലാണെങ്കിലോ ഇനി അതല്ല ഉദയപൂരിലാണെങ്കിലോ അതിൻ്റെ പരിസമാപ്തി ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമാണല്ലോ. അവരുടെ പൊടി പോലും സുന്ദരി ചെല്ലമ്മയല്ല. അവിടെ ആരെങ്കിലും ഇങ്ങനെ പ്രണയവും ഉണ്ടായിട്ട് ഭ്രാന്തിയായിട്ട് കൊട്ടാരത്തിൻ്റെ വാതുക്കൽ നിൽക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം നിൽക്കും. 3-ാം ദിവസം അവരെ കാണുകയില്ല.